ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ പുഴയ്ക്കലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. ക്രിസ്മസ് ന്യൂ ഇയർ അനുബന്ധിച്ച് ഒരുപാട് ഓഫർ ഉണ്ട് പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ അസ്ന ദുബായിക്ക് പോവാണ്. ജനുവരി 6-ാം തീയതി ദുബായിക്ക് പോവാണ്. അവിടെ സെറ്റിൽ ആവാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവൾക്ക് കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അതിനായിട്ട് വന്നിട്ടുള്ളതാണ് നമ്മൾ കേട്ടോ. അപ്പോൾ കയറി ചെല്ലണം. അവിടെ കുറേ ചെരുപ്പുകൾ, ബാഗ്, അതേപോലെ ഷോള്, പാൻസ് അങ്ങനെയൊക്കെ നല്ലോണം ഓഫറിലിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അതൊന്നും എടുത്തില്ല. അതിൻ്റെയൊക്കെ പെട്ടെന്ന് അത്യാവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഷോൾ എടുത്തു, ഒരു 3 ഷോള് ഞാനും എടുത്തു. അതേപോലെ ഒരു 3 ഷോള് അസ്നയും എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അകത്ത് കിടന്ന് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ബാഗുകളൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് പിന്നെ ഷോപ്പിങ്ങിനായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങൾ 99 രൂപയുടെ ഓഫറിലിട്ടുണ്ട് കേട്ടോ. അതായത് ഏതെടുത്താലും 99 രൂപ പറഞ്ഞിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ട്, സ്നിക്കേഴ്സ് ഉണ്ട്, അതുപോലെ 170 രൂപയുടെ ഡാർക്ക് ഫാൻറ്റസി ഉണ്ട്, പിന്നെ സോയാബീൻ ഉണ്ട്, പിന്നെ ഇപ്പി നൂഡിൽസ്, സൺഫ്ലവർ ഓയിൽ, ഗ്രീൻ പീസ്, പാസ്ത, സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം, കൈമ റൈസ്, കുറുവ റൈസ്, കസ്റ്റേർഡ് ആപ്പിള്, മിക്സഡ് വെജിറ്റബിള്, പിന്നെ എന്താ ഡസ്മിന്, അറേബ്യൻ ബസ്ബോസ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാനൊന്നും കിട്ടണില്ല കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഫ്രോസൺ സ്വീറ്റ് കോണ്, ടോയ്ലറ്റ് ബ്രഷ്, പിന്നെ എന്താ ഫ്രഷ് സ്ട്രോബെറി ബോക്സ് ഉണ്ട്, സോപ്പുകളുണ്ട്, മൻസൂർ ദാൽ, അതുപോലെ ചന ദാൽ, പിന്നെ ചോക്ലേറ്റ് ബ്രൗണി, ചോക്ലേറ്റ് ഡോണറ്റ്, ടൂത്ത് ബ്രഷ്, അതുപോലെ സോയാബീൻ, വീറ്റ് ചപ്പാത്തി, ആട്ട, ഹാൻഡ് വാഷ്, ബോഡി വാഷ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. 99 രൂപയുടെ ഞങ്ങൾ ഇപ്പി നൂഡിൽസ് ഞാൻ 2 എടുത്തു. 2 എടുത്താൽ 2 ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ 99 രൂപയുടെ 2 എടുത്തു. അതുപോലെ അസ്നയും 99 രൂപയുടെ 2 എടുത്തു, 2 ഫ്രീ. അങ്ങനെ അത് 4 എടുത്തു. നമ്മളിങ്ങനെ കാണുമ്പോൾ ഓഫർ കാണുമ്പോൾ പിന്നെ നമ്മൾ വാങ്ങാതിരിക്കൂലല്ലോ. അങ്ങനെ നമ്മുടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം അതെടുത്തു. പിന്നെ ഞാൻ പാസ്ത എടുത്തു കേട്ടോ. 99 രൂപയുടെ ഒരു പാസ്ത എടുത്തു. അതിന് നല്ല റേറ്റ് വരുന്നുണ്ടല്ലോ. അതുപോലെ ചോക്കോ അങ്ങനെ എന്താ പറയുക ബൈറ്റ്സൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട്. പിന്നെ ഞാൻ പീനട്ട് ബട്ടർ എടുത്തു കേട്ടോ. ഞാനും ഒരെണ്ണം എടുത്തു, ഹസ്നി എടുത്തു കേട്ടോ. അത് 450 രൂപയ്ക്ക് 269 രൂപയ്ക്കാണ് അവർ ഓഫർ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാൾ. പിന്നെ നമ്മുടെ ഗ്ലാസ്സൊക്കെ തുടയ്ക്കുന്ന ലിക്വിഡ് എടുത്തു. അത് ഞാനും 2 എടുത്തു. അത് ഹസ്നി എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഓഫറുള്ള സാധനങ്ങളൊക്കെയും കുറേ എടുത്തു. ബിസ്ക്കറ്റ് കുട്ടികൾക്ക് അവൾ കുറേ എടുത്തു. അതേപോലെ ഹാർട്ട് പിക്കിൻ്റെ 2 വാങ്ങിയാൽ 1 ഫ്രീ എന്നുള്ളത് ഓരോ കിലോൻ്റെ കേട്ടോ. അതൊക്കെയും കുറേ എടുത്തു. പിന്നെ ഞങ്ങൾ കുറേ ഇങ്ങനെ നടന്ന് കണ്ടു കേട്ടോ. മീനുകളൊന്നും വാങ്ങിയൊന്നുമില്ല. നമ്മുടെ അവിടെ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല. ഇങ്ങനെ നടന്ന് കണ്ടു റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അത് കാണാൻ തന്നെ ഒരു രസമല്ലേ. അപ്പോൾ ഒരുപാട് മീനുകളുണ്ട്. അതുപോലെ ഒപ്പം ആൾക്കാർ വാങ്ങിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ കുറച്ചേരൊക്കെ ഞാൻ വീഡിയോസ് എടുത്തപ്പോൾ പിന്നെ പറഞ്ഞു ഇങ്ങനെ മോൾ ഭാഗത്തേക്ക് എടുക്കണ്ട, മുകളിൽ അവർ ഓഫറുകൾ ഇട്ടിട്ടുള്ളത് അതെടുക്കണ്ട, ചൂട് ഭാഗം എടുത്തോ കുഴപ്പമില്ല പറഞ്ഞു കേട്ടോ. ഫിഷിൻ്റെ ഭാഗത്തും ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഫിഷൊന്നും എടുത്തില്ല. പിന്നെ ഒരുപാട് ലേറ്റ് ആവുമല്ലോ വീട്ടിലെത്തുമ്പോഴും, അപ്പോഴും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതൊന്നും എടുത്തില്ല. നമുക്ക് അല്ലാണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങണം എന്ന് വിചാരിക്കാത്തതൊക്കെ അവിടെ കാണുമ്പോൾ നമ്മൾ തന്നെ വാങ്ങി പോവുക ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ചിക്കൻ ഐറ്റംസ് ആണെങ്കിൽ ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് മസാല തേച്ചിട്ടും, അതുപോലെ എന്താ പറയുക സ്റ്റിക്കുള്ള സൈസും, അങ്ങനെ എല്ലാത്തരം ചിക്കൻ ഐറ്റംസും അവരവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലവർക്ക് ഈ പറഞ്ഞ പോലെ ചിക്കനൊക്കെ വാങ്ങി വീട്ടിൽ പോയി ഉണ്ടാക്കാൻ നേരമില്ല എന്നുള്ളവർക്ക് ഫ്രഷായിട്ട് മസാല തേച്ച് വെച്ച് അപ്പോൾ വീട്ടിൽ പോയിട്ട് അതങ്ങോട്ട് നമ്മുടെ എണ്ണയിലിട്ട് പൊരിക്കുക, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഗ്രില്ല് ചെയ്യുക, അങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് തന്നെ കണ്ടില്ലേ, മുകളിൽ നല്ല ഓഫർ പ്രൈസാണ് എഴുതിയിട്ടുള്ളത്, ചുവട്ടിൽ റേറ്റും. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഒന്ന് നടന്ന് കണ്ടോളൂ. നമുക്ക് വെറുതെ ഒരു ഇങ്ങനെ അവിടെ പോകുമ്പോൾ പിന്നെ ഓൾറെഡി ഒന്നും ഇങ്ങനെ എല്ലാവിടെയും ഒന്നും നോക്കുമല്ലോ. പിന്നെ ഉള്ളത് നമ്മുടെ തൈര്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ആട്ടോ. പാല്, അതിനൊക്കെ ഓഫറുകളുണ്ട്. അതൊന്നും വാങ്ങിയില്ല. നമ്മുടെ ഇവിടെ തന്നെ സൊസൈറ്റി. പിന്നെ ക്രിസ്മസിനോടനുബന്ധിച്ച് തന്നെ അവർ നല്ലോണം നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനെയും അതേപോലെ അതിൻ്റേതായ ഭംഗിയിൽ എല്ലാം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഫ്രൂട്ട്സിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ. ഫ്രൂട്ട്സും ഇതേപോലെ നല്ല റേറ്റ് കുറവൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ചില ഫ്രൂട്ട്സുകൾ നമ്മുടെ ഇവിടെയാണ് റേറ്റ് കുറവ് എനിക്ക് തോന്നിയത് കേട്ടോ.
പിന്നെ എണ്ണക്കടി, ഉണ്ണിയപ്പം, അതേപോലെ പഴംപൊരി, നമ്മുടെ തട്ടുകടയിലുള്ള ഐറ്റംസൊക്കെയും ഈ ഭാഗത്തുണ്ട് കേട്ടോ. അതും എല്ലാവരും ഇങ്ങനെ ചൂടോടെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. പിന്നെ സാലഡ്, അതുപോലെ ചീസ് ഞാൻ പിന്നെ അങ്ങനത്തെ ഒന്നും വാങ്ങിയില്ല. പിന്നെ അച്ചാറുകൾ തന്നെ പലതരം അച്ചാറുകളൊക്കെ നല്ല ഓഫർ പ്രൈസിലുണ്ട് കേട്ടോ. നെസ്റ്റോയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചില സാധനങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അവിടെ റേറ്റ് കുറവ്, അങ്ങനത്തേക്ക് നമ്മൾ അത്യാവശ്യം കടയിലേക്ക് പോകുമ്പോൾ വെജിറ്റബിൾസൊക്കെ ഉണ്ടാവില്ല. തക്കാളിക്ക് ഉരുളൻകിഴങ്ങിനൊക്കെ എനിക്ക് നോക്കിയപ്പോൾ തോന്നിയത് അതിനൊന്നും അവിടെ ഓഫർ കണ്ടില്ല. അപ്പം ഞാൻ സാധാരണ നമ്മൾ വാങ്ങുന്ന കടയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട്, നമ്മൾ സ്ഥിരം വാങ്ങുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ റേറ്റൊക്കെ അറിയാമല്ലോ. പിന്നെ പഴത്തിൻ്റെ ഒരു കൗണ്ടറുണ്ട്, അതുപോലെ ഈത്തപ്പഴത്തിൻ്റെ കൗണ്ടറുണ്ട്. ഈത്തപ്പഴമൊക്കെ റേറ്റ് ഏറ്റവും കുറവിൻ്റെ 400 രൂപ കേട്ടോ. 1500, 2000 രൂപ കിലോന്. അങ്ങനെ അതിന് റേറ്റ് കൂടുതലുള്ളതാണ് പിന്നെ എല്ലാം ഉള്ളത് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയത് നമ്മുടെ എന്താ പറയുക, കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടോ. എന്താ വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നടന്ന് കാണില്ല. അതുപോലെ ഞാനൊരു എന്താ പറയുക, സബോളയ്ക്ക് വില നോക്കിയിട്ടോ. സബോളയ്ക്ക് വില നമ്മുടെ അവിടെ എനിക്ക് റേറ്റ് കുറവ് തോന്നിയത്. പിന്നെ മാതളം ഞങ്ങൾ വാങ്ങിയിട്ടോ. മാതളയ്ക്ക് അവിടെ നെസ്റ്റോയിലാണ് നല്ല റേറ്റ് കുറവ് തോന്നിയത് കേട്ടോ. പിന്നെ ലിക്വിഡ് വാങ്ങിയിട്ടോ, വാഷിംഗ് മെഷീനിൽ ഒഴിക്കാൻ പറ്റിയ ലിക്വിഡ്. അത് ഞാൻ ഒരെണ്ണം വലുതെടുത്തു, 5 കിലോൻ്റെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അതുപോലെ അമ്മി എടുത്തു കേട്ടോ 5 കിലോൻ്റെ. അത് നല്ല ഓഫർ കണ്ടപ്പോൾ എടുത്തത്. അതൊന്നും ഞങ്ങൾ ഇവിടുന്ന് വാങ്ങണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ നമ്മൾ ഓഫർ കണ്ടപ്പോൾ അതെല്ലാം തന്നെ വാങ്ങിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ മുകളിലേക്ക് വന്നു കേട്ടോ. മുകളിൽ കുറേ ഐറ്റംസ്, വാഷിംഗ് മെഷീൻ, പാത്രങ്ങൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ദുബായിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുട്ടുംകുറ്റി വാങ്ങിയിട്ടോ. പുട്ടുംകുറ്റി 300 ചില്ലറ രൂപയെ വരുന്നുള്ളൂ. ഇവിടെ അതുപോലെ നമ്മുടെ എന്താ പറയുക, അലക്കളത് ഇടുന്ന ആ ബാസ്ക്കറ്റിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. 399 രൂപ മുതലാണ് വലിയ സൈസ് തുടങ്ങുന്നത്. അങ്ങനെ കുറേ നടന്ന് കുറേ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടിയിട്ടോ. വിചാരിക്കാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അവിടെ പോകുമ്പോൾ തന്നെ വാങ്ങിപ്പോവും. പിന്നെ കുറേ ഡബ്ബകൾ വാങ്ങി, ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സൈസ്, അതേപോലെ ഓഫറുള്ള ബിസ്ക്കറ്റുകളൊക്കെയും കുറേ വാങ്ങി. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി. അങ്ങനെ പിന്നെ ബില്ലടിക്കുന്ന അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ വരിയിൽ നിന്നിട്ടാണ് ഫ്രണ്ടിലേക്ക് എത്തിയത്. എന്തായാലും ഓഫറനുബന്ധിച്ചിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ ഈ പറഞ്ഞ പിന്നെ ഇച്ചുമോന് പിസ്സ വാങ്ങി. അതേപോലെ അവന് പിന്നെന്താ വാങ്ങിയത്, അവന് ഐസ്ക്രീം വാങ്ങി. അതേപോലെ ഫ്രൂട്ട് സാലഡ് വാങ്ങി. അങ്ങനെ അവനിഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവനൊരു ഭാഗത്ത് കൂടെ പർച്ചേസ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടത് ശോഭ സിറ്റിക്കാണ് കേട്ടോ. ശോഭ സിറ്റിയിൽ കുറച്ച് സാധനങ്ങളൊക്കെയും മേടിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമ്മുടെ സ്നാക്കുള്ള കുറച്ച് ഐറ്റംസ് പിന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ ശോഭ സിറ്റിക്ക് പോയിട്ടോ. ശോഭ സിറ്റിക്ക് പോകുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അങ്ങനെ അവിടെ നമ്മുടെ തീരണ്ടല്ലോ, ഫ്ലാറ്റുകളുടെയൊക്കെ അവിടെയുള്ള ആ എന്താ പറയുക പോട്ടിൻ്റെ അവിടെ ഞങ്ങൾ കുറേ നേരം നിന്ന് അവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. അവിടെ കാണാൻ നല്ലൊരു ഭംഗിയല്ല. ഞാൻ അവിടെ നിന്നിട്ട് എപ്പോഴും നോക്കുക ഫ്ലാറ്റുകളിൽ കേട്ടോ. പിന്നെ അസ്ന ലിപ്സ്റ്റിക്ക് എടുത്തു, ഞാൻ ലിപ്സ്റ്റിക്ക് എടുത്തു. അതൊക്കെയാണ് ശോഭ സിറ്റിയിൽ നിന്ന് എടുത്തത് കേട്ടോ. പിന്നെ അവൾക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോകാനുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ അവൾ അവിടുന്ന് പർച്ചേസ് ചെയ്തു. പിന്നെ ഇങ്ങനെ നോക്കി കുറേ നേരം ഇരുന്നു കേട്ടോ. ഞാനിങ്ങനെ അവിടെ നിന്നിങ്ങനെ ഓരോ ഫ്ലാറ്റിലേക്ക് നോക്കിട്ടോ. അവിടെ ഇങ്ങനെ ലേറ്റ് ആണില്ലേ. അപ്പോൾ അവിടേക്ക് ഇത്രയും ഫ്ലാറ്റിലൊക്കെ ഓരോരോ കുടുംബങ്ങളല്ലേ താമസിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം എന്തൊക്കെയോ ആലോചിച്ചിരുന്നു പോയിട്ടോ. നല്ല ഭംഗിയാട്ടോ. അവിടെ ഒരു നൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു വൈബാണ് നമ്മുടെ ശോഭ സിറ്റിൻ്റെ അവിടെ. അത് നമ്മുടെ നെസ്റ്റോടെ അവിടെ കിട്ടാറില്ല. പിന്നെ നമ്മുടെ ഫുഡ് കൗണ്ടറിൽ നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു കൗണ്ടറാണ് അവിടെ. ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് അവർ കൊണ്ടുവന്ന് തരിക ചെയ്തിട്ടോ. അത് നെസ്റ്റോയിൽ നമ്മൾ എടപ്പാൾ പോയിട്ടും അവിടെയും ഇതേപോലത്തെ ഒരു വൈബ് തന്നെയായിരുന്നു. അങ്ങനെ ഇച്ചുമോന് കുറച്ച് നേരം എല്ലാവരും ഒന്ന് നടന്ന് കണ്ടു, ഞാനും ഇച്ചുമോനും കൂടിയിട്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഫുഡ് കൗണ്ടറിലൊക്കെ നല്ല നല്ല ഐറ്റംസുകളുണ്ട് കേട്ടോ. പിന്നെ കാലിൽ ഈ പറഞ്ഞതുപോലെ മസാജിങ്ങിന് വേണ്ടിയിട്ട് കുറേ പേരിങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അവിടേക്കും കയറിയാൽ നമുക്ക് നേരം പോണതറിയില്ല, അത്രയും ടൈം പാസ്സാണ്. ഇവിടെ അധികം ഓഫറുകളൊന്നും കണ്ടില്ല. അതിനിപ്പോൾ ഓഫറുകൾ വരാൻ പോകണുള്ളൂ തോന്നുന്നു. പിന്നെ ഞങ്ങൾ നേരെ നമ്മൾ ഫുഡ് വെച്ച് നോട്ട് അപ്പോഴത്തേനും 12 മണിക്ക് ആവാറായി.
അപ്പോൾ ഞങ്ങൾ രാത്രി കേട്ടോ, അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് നമ്മുടെ സ്ഥിരം കൗണ്ടറിലേക്ക് തന്നെ പോയത്, റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ പോയത്. അവിടെ പോയിട്ട് ഫുഡൊക്കെയും കഴിച്ച് നാസ്നയുടെ വകയായിരുന്നു കേട്ടോ ചിലവ്. അങ്ങനെ കുറേ നേരം അവിടേക്ക് വർത്താനം പറഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേനും ഒരുപാട് ലേറ്റായി ഗൈസ്. പിന്നെ രാവിലെ നേരത്തെ നമുക്ക് കുബൂസിന് എണീക്കേണ്ടതല്ലേ, അതുകൊണ്ട് പറഞ്ഞു ഒരുപാട് ലേറ്റായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുഴപ്പമൊന്നുമില്ല, സ്ഥിരം പോലെ നമ്മൾ ആ ടൈം ആകുമ്പോൾ തന്നെ എണീക്കുമല്ലോ. അങ്ങനെ കുബൂസ് കണ്ട പിന്നെ നമ്മുടെ കുബൂസ് നമുക്ക് ഓർമ്മ വരിക. അങ്ങനെ എന്താ പറയുക, അവിടെ നിന്നൊക്കെ ഫുഡൊക്കെയും കഴിച്ച് കുറേ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ്, അതായത് ഇവിടെ എത്തുമ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള റെസ്റ്റോറൻറ്റൊക്കെ തന്നെ കയറി ചെയ്തിട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു. എല്ലാവരും ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് അങ്ങനെയൊന്നും വാങ്ങി കഴിച്ചില്ല. അവിടെ പിന്നെ അതിനുള്ള ടൈമും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഹണി അൽഫാമ നമ്മൾ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ അടുത്ത് ഞാനിങ്ങനെ വീഡിയോസ് എടുക്കാൻ അവിടെ നെസ്റ്റോലൊന്നും കയറിയിട്ടൊന്നും ആൾ സമ്മതിച്ചില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.